മഹാഭാരത യുദ്ധം അതിന്റെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് കടക്കുന്നു. നേരത്തെയുള്ള വീഡിയോ മുഴുവൻ കണ്ടാൽ മാത്രമേ ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ കിട്ടത്തുള്ളൂ. അറ്റ്ലീസ്റ്റ് ആ രണ്ടാമത്തെയും മൂന്നാമത്തെയും വീഡിയോ എങ്കിലും കാണാതെ ഇത് കണ്ട ഒരു പിടുത്തവും കിട്ടത്തില്ല. ആദ്യ ദിവസത്തെ ഹീറോ ഭീഷ്മരായിരുന്നു, വിജയിച്ചത് കൗരവരായിരുന്നു ഒന്നാം ദിവസം. രണ്ടാം ദിവസം രാത്രിയിൽ ശിബിരത്തിൽ ചർച്ചകൾക്ക് തുടക്കമിടുകയാണ്. ഭഗവാൻ കൃഷ്ണനാണ് പാണ്ഡവർക്ക് വേണ്ടി പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. കൃഷ്ണൻ തയ്യാറാക്കിയ പദ്ധതി അർജുനനെ കൊണ്ട് നടപ്പിലാക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രമമെങ്കിൽ പോലും അതെല്ലാം നടപ്പിലാക്കാൻ വേണ്ടി വന്നത് സാത്വികയായിരുന്നു. യഥാർത്ഥ ദിവസം രണ്ടാമത്തെ ദിവസത്തെ ഹീറോ ആയിട്ട് പലരും വാഴ്ത്തുന്നത് അർജുനനെയും ഭീമനെയും ആണെങ്കിൽ പോലും യഥാർത്ഥ ഹീറോ സാത്വിക തന്നെയായിരുന്നു. കാരണം അർജുനന് നടപ്പിലാക്കാൻ കഴിയാത്തത് സാത്വികയ്ക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ കൗരവ നിരയിലെ അശ്വത്ഥമാവിനെ പോലെ തന്നെയാണ് പാണ്ഡവ നിരയിലെ സാത്വികയും. കാരണം ഈ മെയിൻ സ്ട്രീം യോദ്ധാക്കളെ മാത്രം നമ്മൾ ഓർത്തിരിക്കുമ്പം മറ്റുള്ളവരെ എല്ലാം സംരക്ഷിച്ചു നിർത്തുകയും സ്വയം പൊരുതുകയും ചെയ്തത് അശ്വത്ഥമായിരുന്നു കൗരവർക്ക് വേണ്ടി. അതുപോലെ തന്നെയാണ് പാണ്ഡവർക്ക് വേണ്ടി സാത്വികയും ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മുടെ ഈ സീരിയലും സിനിമയും നിർമ്മിക്കുന്ന ആളുകൾ മനഃപൂർവ്വം മറന്നു കളയുന്ന പേരുകളാണ് അശ്വത്ഥമാവിനെയും സാത്വികയും കൃതകർമാവിനെയും ഒക്കെ. അതവിടെ നിൽക്കട്ടെ, നമുക്ക് പദ്ധതിയിലേക്കും യുദ്ധത്തിലേക്കും വരാം. ഒന്നാമത്തെ ദിവസം കൗരവർക്ക് വേണ്ടി പാണ്ഡവർക്കായി ഏറ്റവും കൂടുതൽ നാശം വരുത്തിയത് ആരൊക്കെയാണ്? ഭീഷ്മരും ദ്രോണരും ചേർന്നിട്ടാണ് പാണ്ഡവ സേനയെ ഇല്ലാതാക്കിക്കൊണ്ടിരുന്നത്. പാണ്ഡവരുടെ ആത്മവിശ്വാസം മുഴുവനും ചോർന്നു പോയിരിക്കുകയാണ് യോദ്ധാക്കളുടെ. കാരണം ഞങ്ങൾക്ക് വേണ്ടി, പാണ്ഡവർക്ക് വേണ്ടി കൗരവ സേനയിൽ വളരെ വലിയ നാശം വരുത്തിക്കൊണ്ടിരുന്ന ശ്വേതനെ ഭീഷ്മര് മന്ത്രം, അതായത് ബ്രഹ്മമന്ത്രാസ്ത്രത്തിലൂടെ ഇല്ലാതാക്കി കളഞ്ഞു. പിന്നീട് ഭീഷ്മരെയും ദ്രോണരെയും തടഞ്ഞു നിർത്താനുള്ള ശക്തി പാണ്ഡവരിലെ പോരാളികൾക്കില്ല എന്ന് എല്ലാവർക്കും അറിയാൻ പറ്റുന്ന സത്യമാണ്. ഇങ്ങനെ യുദ്ധം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പാണ്ഡവർ പരാജയപ്പെടും. അതുകൊണ്ട് പടയാളികളിൽ പോലും ആത്മവിശ്വാസമില്ല, എല്ലാവരും തോൽവിയെന്ന് ഉറപ്പിച്ചു നിൽക്കുന്ന അവസ്ഥയാണ്. ഈ സാഹചര്യത്തിൽ തങ്ങളുടെ യോദ്ധാക്കൾക്കിടയിൽ ആത്മവിശ്വാസം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിനുവേണ്ടി ഭീഷ്മരെയും ദ്രോണരെയും പടക്കളത്തിൽ നിന്നും അകറ്റി നിർത്തി മറ്റുള്ളവർ ചേർന്ന് യുദ്ധം ചെയ്ത് കൗരവ സേനാനികളെ കൊന്നൊടുക്കുക എന്നതായിരുന്നു കൃഷ്ണൻ തയ്യാറാക്കിയ പദ്ധതി. നമ്മൾ ഈ സീരിയലിൽ കാണുന്നത് പോലെ അർജുനൻ ചെന്ന് ഭീഷ്മരെ യുദ്ധത്തിന് വെല്ലുവിളിക്കുമ്പോൾ ഭീഷ്മരെ നേരിട്ടിറങ്ങി വന്ന് രണ്ടുപേരും ദ്വന്ദ്വയുദ്ധം നടത്തിക്കൊണ്ടിരിക്കുമൊന്നുമല്ല. ഇപ്പം കാരണം എന്താണെന്ന് വെച്ചാൽ ഭീഷ്മർക്ക് ചുറ്റും അംഗരക്ഷകരുടെ ഒരു സൈന്യമുണ്ട്. നമ്മൾ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ വീഡിയോയിലും കണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ അംഗരക്ഷകരുടെ സൈന്യത്തിനെ മറികടന്നാൽ മാത്രമേ അർജുനന് പോയി നേരിട്ട് ഭീഷ്മരുമായിട്ടൊരു ദ്വന്ദ്വത്തിനുള്ള അവസരം വരുന്നുള്ളൂ. അതുകൊണ്ട് യുദ്ധം തുടങ്ങുവാണ്. പദ്ധതി ഇതാണെന്ന് മനസ്സിലായല്ലോ. ദൃഷ്ടദ്യുമ്നന്റെ ഉത്തരവാദിത്വം ദ്രോണരെ തടയുക. അങ്ങനെ കൃഷ്ണൻ തയ്യാറാക്കിയ പദ്ധതി എന്താണെന്ന് വെച്ചാൽ ദൃഷ്ടദ്യുമ്നൻ ദ്രോണരെ തടഞ്ഞു നിർത്തുന്നു, അർജുനൻ ഭീഷ്മരെ തടഞ്ഞു നിർത്തുന്നു. ഈ ഒരു ഗ്യാപ്പിൽ കൂടി ഭീമനും സാത്വികയും കൂടെ ചേർന്ന് കൗരവരെ കൊന്നെടുക്കുന്നു. ഇതായിരുന്നു കൃഷ്ണൻ തയ്യാറാക്കിയ പദ്ധതി. പക്ഷെ ആ പദ്ധതി അങ്ങനെ സിമ്പിളായിട്ട് നടക്കുകയില്ല. ഈ ഒരു പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി ഒന്നാമത്തെ ദിവസം കൗരവരുണ്ടാക്കിയിരുന്ന വ്യൂഹം ഏതാണ്? പക്ഷിയുടെ ആകൃതിയിലുള്ള ക്രൗഞ്ച വ്യൂഹമായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇതേ വ്യൂഹം രണ്ടാമത്തെ ദിവസം പാണ്ഡവർ സൃഷ്ടിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പാണ്ഡവർ ക്രൗഞ്ച വ്യൂഹത്തിലൂടെ ആക്രമണം തുടങ്ങുമ്പം ഭീഷ്മരെ പോലെ തന്ത്രജ്ഞനായത് വേറെ ആരുമല്ലോ, ഭീഷ്മര് കഴുകന്റെ ആകൃതിയിലുള്ള, സാധാരണ ഒരു പരുന്തിനെ കൊല്ലാൻ കഴുകൻ പര്യാപ്തമാണ്, കഴുകന്റെ ആകൃതിയിലുള്ള ഘൃതവ്യൂഹം നിർമ്മിക്കാൻ ആര് തീരുമാനിച്ചു? ഭീഷ്മര് തീരുമാനിച്ചു. അങ്ങനെ യുദ്ധം തുടങ്ങുന്നു. ഭീഷ്മർക്ക് ചുറ്റും ശക്തമായിട്ടുള്ള ഒരു സേനയെ ആര് വിന്യസിച്ചിട്ടുണ്ട്? അംഗരക്ഷകരുടെ ഒരു സേനയെ ദുര്യോധനൻ വിന്യസിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അർജുനന് നേരിട്ട് ഭീഷ്മരുമായിട്ട് പൊരുതാൻ പറ്റുന്നില്ല. അർജുനനും അദ്ദേഹത്തിന്റെ രഥവ്യൂഹവും ഭീഷ്മരും അദ്ദേഹത്തിന്റെ രഥവ്യൂഹവും തമ്മിൽ മണിക്കൂറുകളോളം നീണ്ടു നിന്ന യുദ്ധം, ഏകദേശം 4 മണിക്കൂറോളം ഇവർ തമ്മിൽ യുദ്ധം നീണ്ടു നിൽക്കുന്ന അവസ്ഥയുണ്ടായി. അതേസമയം തന്നെ ആരൊക്കെ പോരാടുന്നുണ്ട്? നമ്മൾ കൃഷ്ണൻ പ്ലാൻ ചെയ്തതുപോലെ തന്നെ ദൃഷ്ടദ്യുമ്നനും ദ്രോണരും തമ്മിൽ പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് സാത്വികിയും ഭീമനും ബാക്കിയുള്ള യുദ്ധങ്ങൾ നടത്തുന്നുണ്ട്. ഇനി ആരും ശ്രദ്ധിക്കാതെ വിടുന്ന ഒരു യുദ്ധമുണ്ട്. നമ്മൾ ഈ കരുതുന്നത് പോലെ ദുര്യോധനനും ഭീമനും ഒന്നും വെറും ഗദാധാരികൾ മാത്രമല്ല. ഈ ഭീമൻ സർവശ്രേഷ്ഠ ധനുർധാരിയായിട്ടുള്ള കർണന് വരെ ധനുസ് കൊണ്ട് വളരെ വലിയ കോമ്പറ്റീഷൻ കൊടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ദുര്യോധനനും അത്യാവശ്യം നല്ല ധനുർധാരി തന്നെയാണ്. അർജുനനെ പോലെയും കർണനെ പോലെയും അവർക്ക് താഴെ നിൽക്കുന്ന തരത്തിലൊരു ഗ്രേറ്റ് ധനുർധാരി തന്നെയാണ് ദുര്യോധനന്റെ അനിയനായിട്ടുള്ള വികർണനും. അങ്ങനെ ധനുർധാരികൾ ഒരുപാട് മഹാഭാരതത്തിലുണ്ട്. ഭീമനും മോശമല്ലാത്ത ധനുർധാരിയാണ്. പോട്ടെ. അപ്പം ദുര്യോധനന്റെ ഒരു പുത്രനുണ്ട്, ലക്ഷ്മണൻ. ആള് കിടിലമാണ്. അഭിമന്യുവും ലക്ഷ്മണനും തമ്മിൽ മുട്ടം കലിപ്പാണ്. രണ്ടുപേരും തമ്മിൽ മണിക്കൂറുകളോളം അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരും പരാജയപ്പെടാത്ത രീതിയിൽ തന്നെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. സിനിമയിൽ കാണുന്നത് പോലെ അല്ലെങ്കിൽ സീരിയലിൽ കാണുന്നത് പോലെ പാണ്ഡവർ മാത്രമൊന്നുമല്ല ശ്രേഷ്ഠരായിട്ടുള്ള യോദ്ധാക്കൾ. കൗരവർക്കിടയിലും നല്ല ശ്രേഷ്ഠരായിട്ടുള്ള യോദ്ധാക്കളുണ്ട്. അഭിമന്യുവിന് കട്ടയ്ക്ക് നിൽക്കുന്ന കോമ്പറ്റീഷൻ കൊടുത്തിട്ടുള്ള ആളാണ് ദുര്യോധനന്റെ പുത്രനായിട്ടുള്ള ലക്ഷ്മണൻ. ഓക്കെ, നമ്മൾ വേറെ എങ്ങാണ്ടോട്ടൊക്കെ പോകുന്നു.
യുദ്ധം നടക്കുവാണ്. യുദ്ധം നടക്കുമ്പം ആരൊക്കെ പൊരുതിക്കൊണ്ടിരിക്കുകയാണ്? ഭീഷ്മരെ രണഭൂമിയിൽ നിന്നും അകറ്റി നിർത്താൻ, അല്ലെങ്കിൽ ഭീഷ്മർക്ക് നേരിട്ട് ഫൈറ്റ് കൊടുക്കാൻ അർജുനൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഭീഷ്മരും അദ്ദേഹത്തിന്റെ അംഗരക്ഷകരും കൂടി പാണ്ഡവരുടെ ആർമിയിൽ ഒരു പരിധിവരെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം മുന്നേറ്റം നടത്തുവാണ്. നേരിട്ട് ഭീഷ്മരുമായിട്ടുള്ള ഫൈറ്റിലേക്ക് എത്താൻ തന്നെ കർണന് നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇൻഡയറക്റ്റ് ആയിട്ട് രണ്ടുപേരും തമ്മിലുള്ള ഫൈറ്റ് ഏകദേശം 4 മണിക്കൂറിലേറെ നീണ്ടുപോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്താണ്. ആ സമയത്ത് നമ്മൾ പറഞ്ഞല്ലോ വേറെ ഒരു യുദ്ധം നടക്കുന്നുണ്ടെന്ന്. ആരൊക്കെ? ദൃഷ്ടദ്യുമ്നനും ദ്രോണാചാര്യരും തമ്മിലുള്ള യുദ്ധം നടക്കുകയാണ്. അപ്പം ദൃഷ്ടദ്യുമ്നൻ ദ്രോണാചാര്യരുടെ മുന്നിൽ പരാജയപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തി. ദ്രോണര് ദൃഷ്ടദ്യുമ്നനെ വധിക്കുന്നതിന് തൊട്ടു മുമ്പ് ആര് വന്ന് വീഴുവാണ്? ഭീമസേനൻ വരികയാണ്. ഭീമസേനൻ വന്ന് ആർക്ക് കട്ടയ്ക്ക് ആരെ സപ്പോർട്ട് ചെയ്ത് മാറ്റുന്നു? നമ്മുടെ ദൃഷ്ടദ്യുമ്നനെ മാറ്റിയിട്ട് ഭീമനും പിന്നെ ദ്രോണരും തമ്മിലുള്ള യുദ്ധം നടക്കുകയാണ്. ആ യുദ്ധം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവാണ്. ദ്രോണർക്ക് നല്ല ഫൈറ്റ് ആര് കൊടുക്കുന്നുണ്ട്? ഭീമൻ കൊടുക്കുന്നുണ്ട്. കാരണം എന്താണ്? ദ്രോണര് ദൃഷ്ടദ്യുമ്നനുമായിട്ട് പൊരുതി തളർന്നു നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഭീമൻ ഫ്രഷ് ആയിട്ട് ദ്രോണരുമായിട്ട് യുദ്ധത്തിന് വരുന്നത്. അപ്പം ദ്രോണര് തളരുന്ന സാഹചര്യമാണ്. അപ്പം ദ്രോണര് തളരാതിരിക്കാൻ വേണ്ടിയിട്ട് ദുര്യോധനൻ എന്ത് ചെയ്യുന്നു? ദുര്യോധനൻ നല്ലൊരു ഡിപ്ലോമാറ്റാണ് യുദ്ധതന്ത്രത്തിൽ. ദുര്യോധനനും ശകുനിയും കൂടെ ഈ കലിംഗ ദേശത്തെ രാജാവിനെയും അദ്ദേഹത്തിന്റെ മക്കളെയും കൂടി ഭീമനെ ആക്രമിക്കാൻ പറഞ്ഞു വിടുവാണ്. ഭീമനെ ആക്രമിക്കാൻ വിടുമ്പം ഇവർ ഇത്രയും ആക്രമിക്കാൻ വന്നു, കൂടെ ദ്രോണരും കൂടെ കയറി കഴിഞ്ഞാൽ ഭീമൻ പരാജയപ്പെടുമല്ലോ. അവിടെയാണ് മാസ് എൻട്രിയുമായിട്ട് സാത്യകി വരുന്നത്. സാത്യകി ആ പോരാട്ടം അങ്ങ് ഏറ്റെടുക്കുകയാണ്. ദ്രോണരുമായിട്ടുള്ള പോരാട്ടം സാത്യകി ഏറ്റെടുത്തിട്ട് എന്ത് ചെയ്യുന്നു? അവർ തമ്മിലുള്ള പോരാട്ടം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൃഷ്ടദ്യുമ്നന് ഫ്രീ ആയിട്ട് റീഫ്രഷ്ഡ് ആയി വരാനുള്ള സമയം അത്രയും ആർക്ക് ഫൈറ്റ് സാത്യകി കൊടുക്കുന്നുണ്ട്? ദ്രോണർക്ക് ഫൈറ്റ് സാത്യകി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് ഫ്രീ ആയ ഭീമൻ പോയി നമ്മുടെ കലിംഗയിലെ രാജാവിനെയും രാജാവിൻ്റെ മക്കളെ എല്ലാം കൊന്നു തള്ളുന്ന അവസ്ഥയാണ്. വളരെ ബ്രൂട്ടലായിട്ട് ഭീമൻ ആദ്യം ധനുസ് ഉപയോഗിച്ച് പിന്നെ ആളിൻ്റെ ഫേവറേറ്റ് ഗദ ഉപയോഗിച്ച് എല്ലാവരെയും തല്ലി കൊന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കലിംഗ ദേശത്തെ രാജാക്കന്മാർക്ക് വളരെ ശക്തമായിട്ടുള്ള ഒരു ആനപ്പടയുണ്ട്. ഈ ആനകളെ കൊണ്ട് ഭീമന്റെ ഈ കരുത്ത് കണ്ട് പരാജയപ്പെട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്ന അവസ്ഥയില്ല. എല്ലാവരെയും കൊന്നു തള്ളിക്കൊണ്ടിരിക്കുകയാണ് ഭീമൻ. എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഭീമൻ അന്ന് കൗരവരുടെ ആർമിയെ മൊത്തത്തിൽ ചവിട്ടി മെതിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. ഈ ഒരു അവസ്ഥയിൽ ഭീമനെ തുരത്താൻ എന്താണ് നടപടി എന്ന് ആലോചിച്ച് അവർ ആനപ്പടയെ ഇറക്കി വിട്ടു. അതായത് കൗരവരുടെ കയ്യിലുള്ള ആനകളെ മുഴുവൻ ഭീമന് നേരെ അഴിച്ചുവിടുന്ന അവസ്ഥ ഉണ്ടാക്കി. നമുക്കറിയാമല്ലോ ഭീമന് നേരത്തെ 10,000 ആനകളുടെ ബലം കിട്ടുന്ന ഒരു വരബലം ലഭിച്ചിട്ടുണ്ടല്ലോ. ആ വരത്തിന്റെ ബലം ഉണ്ടായതുകൊണ്ട് ഈ ആനകളെല്ലാം ഒരു ഉറുമ്പിനെ പോലെയാണ് ആർക്ക് ഫീൽ ആവുന്നത്? ഭീമന് ഫീൽ ആവുന്നത്. ഭീമൻ ഈ ആനകളെല്ലാം തിരിച്ച് അങ്ങോട്ട് അടിച്ചോടിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ ആനപ്പട കൗരവരുടെ സേനയെ തന്നെ ചവിട്ടി മെതിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. അപ്പം സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വരുന്നുണ്ട്? നിങ്ങൾക്ക് ആ ഒരു കോണ്ടെക്സ്റ്റ് മനസ്സിലാവുന്നുണ്ടല്ലോ. ഭീമന്റെ ആക്രമണത്തിൽ കൗരവരുടെ സേന ഒടുങ്ങുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. നേരത്തെ തന്നെ കലിംഗയിലെ രാജാവിനെയും മക്കളെ എല്ലാം ആര് കൊന്നൊടുക്കി? ഭീമൻ കൊന്നൊടുക്കി. എന്നിട്ട് ഈ ആനപ്പടയെ ഉപയോഗിച്ച് കൗരവരുടെ തന്നെ ആനകളെ വിളറി പിടിപ്പിച്ച് തിരിച്ചയച്ച് കൗരവ സേനയെ മുഴുവൻ ചവിട്ടി മെതിച്ച് ഭീമൻ എല്ലാവരെയും കൊന്നു തള്ളി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇനിയും ഭീഷ്മര് അവിടെ നോക്കി നിന്ന് കഴിഞ്ഞാൽ കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോവില്ല എന്ന് ഭീഷ്മർക്ക് മനസ്സിലായി. ഭീഷ്മര് ആരെ കൊല്ലാൻ വരുന്നുണ്ട്? കാരണം ദുര്യോധനൻ പറയും പറ്റില്ല, ഇനി ഭീമനെ കൊന്നേ പറ്റൂ. അപ്പം ഭീഷ്മര് ഭീമനെ കൊല്ലാൻ വേണ്ടി വരികയാണ്. ആ സാഹചര്യത്തിൽ ആര് റീഫ്രഷ്ഡ് ആയി വരുന്നുണ്ട്? നമ്മൾ പറഞ്ഞ ദൃഷ്ടദ്യുമ്നൻ റീഫ്രഷ്ഡ് ആയി വന്ന് ദ്രോണർക്ക് ഫൈറ്റ് കൊടുക്കുകയാണ്. അത്രയും സമയം ദ്രോണരോട് പൊരുതി നിന്ന ഇടയ്ക്ക് സമയത്ത് ദ്രോണരോട് പൊരുതി നിൽക്കുന്നതിനോടൊപ്പം തന്നെ കലിംഗ രാജാക്കന്മാരായിട്ടുള്ള യുദ്ധത്തിൽ കലിംഗ രാജാവും അദ്ദേഹത്തിന്റെ മക്കളുമായിട്ടാണ് ഭീമൻ ഏറ്റുമുട്ടിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് പിന്നിൽ നിന്ന് ഭീമന് ആക്രമണം വരുമ്പോൾ ഭീമനെ സഹായിക്കുന്നുണ്ടായിരുന്നു സാത്യകി. അത്രയും സമയം റെസ്റ്റ് ഇല്ലാതെ പൊരുതിക്കൊണ്ട് നിൽക്കുന്ന സാത്യകി ദൃഷ്ടദ്യുമ്നൻ റീഫ്രഷ്ഡ് ആയി വന്നു കഴിഞ്ഞ് ഫ്രീ ആയി മാറിയിട്ട് ഭീമനെ ആക്രമിക്കാൻ ഭീഷ്മർ വരികയാണ്. ഭീമനെ കൊല്ലണം എന്നുള്ള തീരുമാനത്തോടു കൂടിയാണ് വരുന്നത്. സ്വാഭാവികമായിട്ടും ഭീമൻ പേടിക്കും. നല്ല ഫൈറ്റ് ഭീമൻ മറ്റേ സാധനം കൊണ്ട്, അതായത് ധനുസ് കൊണ്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ എങ്ങനെയായാലും ഭീമന്റെ കിളി പാറും ഭീഷ്മരുടെ ആക്രമണത്തിന് മുന്നിൽ നിന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അർജുനനും ഈ ഒരു സാഹചര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അർജുനൻ എന്തായാലും ഇപ്പൊ ഇത്തിരി ഫ്രീ ആയി. എങ്ങനെ? ഭീമനും ഭീഷ്മരും തമ്മിലുള്ള യുദ്ധത്തിന് വന്നപ്പം പിന്നെ കൗരവരിലെ എല്ലാവരെയും അർജുനന് മാനേജ് ചെയ്യാൻ പറ്റും. കാരണം ഭീമനെ നേരിടാൻ പോയല്ലോ. പിന്നെ ഒരു സൈഡിലൂടെ ഭീമനും ഭീഷ്മരും തമ്മിലുള്ള യുദ്ധം വരുന്ന സിറ്റുവേഷനിലേക്ക് എത്തുമ്പം ഒരു സൈഡിൽ കൂടെ അർജുനൻ കയറി കൗരവരെ കൊന്നുകൊള്ളാൻ തുടങ്ങി. അവിടെ ആദ്യം ഭീമൻ ഒരു വശത്തു കൂടി കൗരവരെ കൊന്നുകൊള്ളി തുടങ്ങി. മറ്റേ വശത്തു കൂടി ഭീഷ്മര് ഭീമനെ ആക്രമിക്കാൻ വന്നപ്പം
അർജുനന് ഫ്രീ സ്പേസ് കിട്ടി. അർജുനൻ കൗരവരെ ആക്രമിക്കാൻ തുടങ്ങി. ഈ ഒരു സാഹചര്യത്തിൽ മറ്റൊരു വശത്ത് യുദ്ധം നടക്കുകയാണ്. ആരൊക്കെ തമ്മിൽ? അഭിമന്യുവും ലക്ഷ്മണനും തമ്മിൽ. അപ്പം അഭിമന്യു ലക്ഷ്മണനെ അടിച്ചച്ചാറാക്കി കൊല്ലുന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പം ലക്ഷ്മണന്റെ അച്ഛനായിട്ടുള്ള ദുര്യോധനൻ വന്ന് അഭിമന്യുവിന് ഫൈറ്റ് കൊടുത്ത് അഭിമന്യുവിനെ മാരകമായിട്ട് മുറിവേൽപ്പിച്ചു. അപ്പൊ സ്വന്തം മകന് മുറിവേറ്റതറിഞ്ഞിട്ട് അർജുനൻ കൂടുതൽ ക്രുദ്ധനായി കൗരവരെ കൊന്നെടുക്കാൻ തുടങ്ങി. പക്ഷെ ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല. അവിടെ ബാക്കി പ്രൊട്ടക്ഷനും കാര്യങ്ങളുമായിട്ട് ദുര്യോധനൻ അഭിമന്യുവിനെ കൊന്നൊന്നുമില്ല. അപ്പോഴത്തേക്ക് ദുര്യോധനനും തളർന്ന് രണ്ടുപേരും റീഫ്രഷ്മെന്റിന് വേണ്ടി പോയി. ഇടയ്ക്ക് റീഫ്രഷ്മെന്റിന് വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ ഒന്നാമത്തെ രണ്ടാമത്തെ അധ്യായത്തിൽ എപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒരു സ്റ്റേറ്റ് ഓഫ് യുദ്ധം എങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്? ഭീമനും ഭീഷ്മരും തമ്മിലുള്ള യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പം ഈ ഭീമനെ കൊല്ലുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് മാസ് എൻട്രി സാത്വികി വരുന്നത്. സാത്വികി ബുദ്ധിയുള്ളവനാണ്. ഭീഷ്മരെ നേരിട്ട് കൊല്ലാനൊന്നും നിന്നില്ല. ഭീഷ്മരുടെ തേരാളിയെ അങ്ങ് കൊന്നു കളഞ്ഞു. ഭീഷ്മരുടെ തേരാളിയെ കൊന്നു കഴിഞ്ഞിട്ട് ഭീഷ്മരുടെ ഒരു കുതിരയുടെ കാലിലും നൈസായിട്ട് അങ്ങ് മുറിവേൽപ്പിച്ചു കഴിയുമ്പം കുതിര ഒരു വശത്തോട്ട് ഓടാൻ തുടങ്ങി. ഓടാൻ തുടങ്ങിയത് എങ്ങനെയാണ്? ഭീഷ്മരെ വെച്ചുകൊണ്ട് ഒരു രഥം കുതിര എങ്ങോട്ടോ ഓടി അങ്ങ് പോയി. ഭീഷ്മർ രഥത്തിലിരിക്കുവാണ്. തേരാളിയെ കൊന്നു കളഞ്ഞു. 2-3 കുതിരകളിൽ ഒരു കുതിരയ്ക്ക് മുറിവേൽപ്പിച്ചു. ആ കുതിര ആ സൈഡിലോട്ട് മാത്രം ഓടാൻ തുടങ്ങി. രണഭൂമിയിൽ നിന്നും ഭീഷ്മർ അങ്ങ് മാറിപ്പോയി. ദെൻ കൗരവര് ഭീഷ്മർ ഇല്ലാത്ത അവസ്ഥയായി. ദ്രോണർക്ക് അവിടെ ദൃഷ്ടദ്യുമ്നൻ ഫൈറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പം ഇനി ആരൊക്കെയാണ് അവശേഷിക്കുന്നത്? ദുര്യോധനന്റെ ടീം മൊത്തം കൗരവർക്ക് വേണ്ടിയുണ്ട്. ഭീമൻ ഫ്രീ ആയി, സാത്വികി ഫ്രീ ആയി, അർജുനൻ ഫ്രീ ആയി. ഭീഷ്മരില്ലേ? ദ്രോണർക്ക് അവിടെ ആര് ഫൈറ്റ് കൊടുക്കുകയാണ്? ദൃഷ്ടദ്യുമ്നൻ ഫൈറ്റ് കൊടുക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ തൻ്റെ മകന് മുറിവേറ്റത് കൂടി അറിഞ്ഞ് അർജുനന് വെറി പൂണ്ട്. അർജുനൻ ഒരേ സമയം 1000 അസ്ത്രങ്ങൾ കൗരവർക്ക് മേൽ വർഷിച്ചുകൊണ്ടേയിരുന്നു. ഒരേ സമയം 1000. ഇപ്പം അർജുനന്റെ മറ്റേ ദിവ്യമായിട്ടുള്ള ആവനാഴിയിൽ നിന്നും ഒന്നെടുക്കുമ്പോൾ 10 ആവുന്നു, പിന്നെ 100 ആവുന്നു, 1000 ആവുന്നു, 10,000 ആവുന്നു. അങ്ങനെ കൺവെർട്ട് ചെയ്ത് 1000 അസ്ത്രം വീതം ഒരേ സമയം അയച്ച് കൗരവരുടെ ആർമിയിൽ നല്ല നാശം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ഒരു സമയത്ത് ഭീമനും ദുര്യോധനനും തമ്മിൽ ഫൈറ്റ് നടക്കുന്നു. പിന്നെ സാത്വികിയും അർജുനനും കൂടി ചേർന്ന് രണ്ടാമത്തെ ദിവസം കൗരവർക്ക് വളരെ വലിയ ആൾനാശം വരുത്തി. കാരണം ഭീഷ്മര് രണഭൂമിയിൽ നിന്നും അകന്നു പോയി കഴിഞ്ഞു സാത്വികിയുടെ തന്ത്രത്താൽ. പിന്നെ ദ്രോണര് വേറെ യുദ്ധത്തിന് പോയി. ബാക്കിയുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈന് പോയി. സാത്വികയും അർജുനനും കൂടി കൗരവരുടെ സേനയിലെ സേനാനികളെ മുഴുവൻ, അതായത് പടയാളികളെ മുഴുവൻ 1:1000 എന്ന് പറയുന്ന റേഷ്യോയിലാണ് കൊന്നൊടുക്കുന്നത്. അങ്ങനെ രണ്ടാമത്തെ ദിവസം അവസാനിക്കുമ്പോൾ പാണ്ഡവർക്ക് അപ്രമാദിതമായിട്ടുള്ള ഒരു മേൽക്കൈ വരുന്നു. കൗരവരുടെ നിരവധി സൈനികർ മരണപ്പെടുന്നു. പാണ്ഡവരുടെ പോരാളികൾക്ക് ആത്മവിശ്വാസം കൈവരുന്നു. കൗരവരുടെ പോരാളികൾക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നു. ഇതാണ് രണ്ടാമത്തെ ദിവസത്തിന്റെ ഏറ്റവും ചുരുങ്ങിയ സംഗ്രഹം. നീളം കൂടിപ്പോയെന്ന് തോന്നുന്നു. കാരണം കോംപ്ലിക്കേറ്റഡ് ആവാൻ സാധ്യതയുള്ള സാധനങ്ങൾ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും നല്ല കുറവുകൾ ഉണ്ടായിട്ടുണ്ടാവും, ക്ഷമിക്കുക.